ഇതിട്ടാ ഞാൻ ഇങ്ങനെ ഹലോ ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിപ്പോൾ അന്നിൻ്റെ വെക്കേഷനാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലൈബ്രറിയാണ്. ലൈബ്രറിയുടെ അവൾക്കൊരു ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. ആൻഡ് ഓൾസോ വേറൊരു ലൈബ്രറിയിൽ പോകണമെന്നുണ്ട്. അവിടെ കുറച്ച് ഇംഗ്ലീഷ് ബുക്സ് ഉണ്ടെന്ന് പറയും. ഇവിടെ നോർമൽ ലൈബ്രറീസിലെല്ലാം ജർമ്മൻ ബുക്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് ബുക്സ് ഉള്ള ഒരു ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടു. ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി അവൾക്ക് ബുക്സ് എന്തോരം ബുക്സ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു 1-2 ബുക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവർ സമ്മതിക്കാം, നോക്കാം. അപ്പം പറ്റുമെങ്കിൽ അവൾക്ക് റീഡിങ് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് റെഡിയായി ഇറങ്ങിയതാണ്. ബട്ട് ഇറങ്ങാൻ നേരത്ത് റെഡിയായി ഇറങ്ങിയപ്പോൾ ഒരു പാക്കേജ് വന്നു. അപ്പം ഞാൻ 2 ബാഗ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്മറൊക്കെ അല്ലേ, അപ്പം യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്ന ബാഗ്സ് യൂസ് ചെയ്ത് ഒരു പുതിയതായിട്ടൊരു വെറൈറ്റി ട്രൈ ചെയ്യാന്ന് വെച്ച് 2 ബാഗ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ബാഗ് വലുതാണ്. അപ്പോൾ എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കതിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എടുത്താൽ പൊങ്ങാത്ത പാക്കേജാണ്. 2 ബാഗിന് ഇത്രയും വലിയ പാക്കേജ് ആരെങ്കിലും തരുമോ? നോക്കാല്ലേ എന്താവും. കത്തിയില്ല, അത് പൊട്ടിച്ച്. വാ, ഫസ്റ്റ് ബാഗ് ഗസ്. ഇത് ഗസിൻ്റെ ഒരു ബാഗാണ്. വാവ്, കൊള്ളാല്ലേ? നോക്ക്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും സൈസ് കുറച്ച് വലുതാണോ എന്നൊരു സംശയം. ഇതെന്തോരം സാധനങ്ങളാ. ഓ, ഇതിനകത്തൊരു പൗച്ചും ഉണ്ട്. നൈസ്. കൊള്ളാം. ഇതെങ്ങനെ യൂസ് ചെയ്യാം? ഓ, ഇതിങ്ങനെ യൂസ് ചെയ്യാനാണേ. ഞാനിപ്പോഴാണ് കാണുന്നത്. ഇതിങ്ങനെ യൂസ് ചെയ്യാനാണ്. ചെറിയ ബാഗ്. അത്രയൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ആ ഡിസൈനും ഈ ഒരു ടൈപ്പ് മാത്രമേ നോക്കിയുള്ളൂ. ഇതവർ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ബാഗാണ്. ചെറിയ ബാഗ്. ഇതതിന് അകത്തിട്ടിട്ട് ഇത് കുറച്ച് ജംബോ ബാഗാണെന്ന് തോന്നുന്നു. എന്നെക്കാളും ഉണ്ടോ? ഇത് കുറച്ച് നല്ല വലുതാണ്. കുറച്ചല്ല, ആക്ച്വലി ഇത് നല്ല വലിയൊരു ബാഗാണ്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു ബാഗുണ്ട്. അപ്പോൾ ആ ബാഗിൻ്റെ പോലെ അത് ഭയങ്കര കംഫർട്ടബിളാണ് ഇട്ടുകൊണ്ട് നടക്കാൻ. എല്ലായിടത്തും ഞാൻ അതാണ് കൊണ്ടുപോകുന്നത്. അപ്പം അതുപോലത്തെ സൈസിലൊരു ബാഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ വലുതാണ്. യു കെൻ സീ ദിസ്. പക്ഷെ ഞാൻ ആ ബാഗ് കാണിക്കാം. അത് എനിക്ക് ഭയങ്കര ഇതൊരു ബ്രൗൺ ബാഗാണ്. അപ്പം ഇത് കണ്ടോ, അത് നല്ല കംഫർട്ടബിളാണ്. എൻ്റെ സൈസ് ഇങ്ങനെ കിടന്നോളൂ. ഇത് എങ്ങോട്ട് വേണമെങ്കിലും ഇട്ടിട്ട് പോകാം. സോ ഇതിൻ്റെ സൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോ ഞാനിത് കീപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് അത്ര ഒരു കംഫർട്ടബിലിറ്റി തോന്നുന്നില്ല. കഷ്ടമായിപ്പോയി. ആക്ച്വലി സലാൻഡോയിലൊരു ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് അത്യാവശ്യം അത്ര പ്രീമിയം ബ്രാൻഡ് അല്ല. നമുക്ക് സെക്കൻഡ് ബാഗ് നോക്കാം. അതും കൂടി പണിയായി കഴിഞ്ഞ് ഇതങ്ങനെ. ഇത് ബാഗിൻ്റെ സൈസ് നോക്ക്. എൻ്റെ അമ്മേ, ഇതും വലിയ ഒരു ബാഗാണ്. ഇതെൻ്റെ പകുതി ബോഡി തന്നെ കവർ ചെയ്യാൻ പറ്റണ ബാഗാണ്. ഇതൊരു ബക്കറ്റ് തൂക്കിയിട്ടാണ് നടക്കണ പോലെ ഉണ്ടോ. ആക്ച്വലി ബക്കറ്റ് ബാഗാണ്. ഒമ്പോ, ഇതിട്ടാ ഞാൻ ഇതിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. സോ വേണ്ട.
ബക്കറ്റ് ബാഗ് ഇച്ചിരി കടുത്ത് പോയി. ഇവിടുത്തെ സമ്മറിനൊക്കെ മറ്റേ ബീച്ചിലൊക്കെ പോകുന്നവർക്ക് എല്ലാം പെറുക്കിയിട്ടിട്ട് പോകാനേ പറ്റുള്ളൂ. ഇതിനകത്തും ഒരു ചെറിയ ബാഗ് കൂടെ ഉണ്ട്. ഈ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വാലന്റിനോ. എൻ്റെ കയ്യിൽ വേറെയും ബാഗ്സ് ഉണ്ട് വാലന്റിനോടെ, പക്ഷേ അത്യാവശ്യം നല്ലൊരു ഇറ്റാലിയൻ ബ്രാൻഡാണത്. നല്ല സുഖമാണ്. ഇനിയും ഒരു സെപ്പറേറ്റ് സ്ട്രാപ്പ് ഉണ്ട് ഈ ഒരു ചെറിയ ബാഗിന്. ഓക്കെ, ആ ഒരു വീയും ഒക്കെ. ചെറിയ ബാഗ് കൊള്ളാം, ബട്ട് ഈ ബാഗ് മാത്രമായിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ബാഗ് ഇട്ട് വെക്കാനുള്ള ഒരു കവറൊക്കെ അവർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ ബാഗിൻ്റെയിലും ഉണ്ട് എൻ്റെ ഉള്ളത്. നല്ലൊരു ബാഗ് ആണ്. എന്താണെന്നറിയില്ല, അത് അത്ര അങ്ങോട്ട് ഇവിടെ വലിയ പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു, ബട്ട് എനിക്ക് ആ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് വാലന്റിനോടെ. അത് കണ്ടിട്ട് ആ ബ്രാൻഡ് ഇഷ്ടമായത് കൊണ്ട് ഇത് വാങ്ങിച്ചാണ്. ബട്ട് ഇതും വല്ലാത്തൊരു ചതിയായി പോയി. ഈ സാധനമൊക്കെ മാറ്റിയാലും എനിക്ക് തോന്നുന്നു ഇത്ര കൊണ്ട് ഇതിങ്ങനെ വടി പോലെ ഇരിക്കും. ഇങ്ങനെ നടക്കണം. ദിസ് ഈസ് നോട്ട് മൈ ടൈപ്പ്. ഒരു സുഖമില്ല. ഭാഗ്യം 2 ഓർഡർ ചെയ്തോളൂ. ഇനി ഇത് 2 റിട്ടേൺ ചെയ്യും. ഇവിടെ പിന്നെ റിട്ടേൺ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചുമ്മാ വാങ്ങിച്ച് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഇതുപോലെ തിരിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ ഏത് റേഞ്ച് ബാഗ്സ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഏത് റേഞ്ച് ബാഗ്സ് ആയിരുന്നു? ഇത് എല്ലാം ഒരു എനിക്ക് തോന്നുന്നത് 187 ആ റേഞ്ചാണ്. 80 ഓഫറിനാണ് 80 റേഞ്ച്. ആ ഒരു റേഞ്ചിൽ വരുന്ന ബാഗ്സാണ്. നമുക്കിത് വന്ന പോലെ 80 യൂറോസ് ആണ്. വന്ന പോലെ നമുക്ക് പാക്ക് ചെയ്യാം. ഈ വാലന്റിനൊക്കെ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും. ഇപ്പോൾ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് നമുക്ക് വെച്ചേക്കാം. ജസ്റ്റ് വേസ്റ്റ്, എഫേർട്ടൊക്കെ വേസ്റ്റ്. അടുത്ത് ഇനി സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും അവർ ഓഫറൊക്കെ നിർത്തും. ഇവർ തന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് തിരിച്ച് ഫില്ല് ചെയ്ത് വെക്കട്ടെ, ഇല്ലെങ്കിൽ അതിനി പണിയായാലോ. സോ വേസ്റ്റ്, വെറുതെ എഫേർട്ട് വേസ്റ്റായി. ഇത് തിരിച്ചയക്കണം. തിരിച്ച് നമ്മൾ കാശൊന്നും കൊടുക്കണ്ട, അവർ തന്നെ തരും റിട്ടേൺ ലേബൽ. അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അതേപോലെ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ എടുത്തോളും. ബൈ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ അതിന് മെനക്കെടണ്ടല്ലോ. ഇനിയിപ്പോൾ ഓഫറും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഓഫർ വരുമ്പോൾ ഞാൻ മേ ബി വിൻ്റർ ആവുമായിരിക്കും. വിൻ്ററിലല്ലോ ഒരു ബാഗ് നോക്കാം. പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും വന്നാൽ ഞാൻ ഇടയ്ക്ക് വാങ്ങുമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇന്ന് നമുക്കിനി അന്യം കൂട്ടിയിട്ട് ലൈബ്രറി പോയിട്ട് വരാം. ഹലോ വി ആർ റെഡി ഫോർ ലൈബ്രറി. പോയിട്ട് വരാം. സമ്മർ ഡേ എന്തൊക്കെ പാക്ക് ചെയ്യണോ? വെള്ളം പാക്ക് ചെയ്യണം. വെള്ളം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യണം. ചൂട്, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. പൊള്ളുന്നു. Checking how you are eating. Amma and Mol. Just 5 more minutes and we're in Arabella Strasse. But this one is Arabella Strasse. And we are walking to the gonna be English library. Actually, it is Munich Public Library in Bogenhausen. Yeah, it's public library. That is European flag. Yeah. Black. പഴി നോക്കി പോകുന്നു. Behind it and like Amma, I have a question. What type of berries are they? They're not blueberries. Yeah, they are not blueberries. Maybe they are some seeds of some plants. It seems to be like rose flower. So they are rose seeds of the flowers. Amma, 3 minutes lettum. Amma, there is the upside down Germany flag. Okay. AKA Belgium. Yeah. Start video. ഇത് വഴിയാണ് എൻട്രൻസ് തോന്നുന്നു. ഒരു ഇത് വഴിയാണ് തോന്നുന്നു. And this way. ലൈബ്രറി എത്തി. ഞങ്ങൾ ലിഫ്റ്റ് കയറുക.
ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് വീഡിയോ പറ്റുമോ അറിയില്ല. അപ്പം നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുമോ. വീഡിയോ പറ്റില്ല എന്നാണ് തോന്നുന്നത്. യൂഷ്വലി അങ്ങനെയാണല്ലോ, ലൈബ്രറീസിൽ പറ്റില്ല. ഭയങ്കര വെയിലായിരുന്നു. നോക്കാം. What are you doing, Anu? I'm playing this game. Yeah. ഞാനും കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ട്. നോക്കാം. അന്നു. ബുക്ക് റിട്ടേൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളെടുത്ത ബുക്ക് ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ പോയിട്ട് സുഖമായിട്ട് നമുക്കിരുന്ന് ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിക്കാൻ പറ്റും. ഞാനും കുറച്ച് നേരം ബുക്ക് ഇരുന്ന് വായിച്ചു. അവളും ഒരു കോമിക്സ് ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം. ഒത്തിരി ദൂരമില്ല, ഞങ്ങൾക്കൊരു 10 to 15 minutes എടുക്കുകയുള്ളൂ ട്രാമിൽ. അപ്പം പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു പ്ലേസാണ്. എനിക്കൊത്തിരി ഇഷ്ടമായി. നല്ലൊരു ലൈബ്രറി, ഒരു പ്ലസൻറ്റ് ലൈബ്രറി. ഞങ്ങൾക്ക് അടുത്തൊരു ലൈബ്രറി ഉണ്ട്, അത് പക്ഷേ ഇങ്ങനെയല്ല. അത് കുറച്ചൊരു ഓൾഡ് ടൈപ്പ് ലൈബ്രറിയാണ്. അവിടെ ജർമ്മൻ മാത്രമേ ഉള്ളൂ, ജർമ്മൻ ബുക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ബുക്സും ഉണ്ട്. അപ്പോൾ അത് ഞാൻ 1-2 പേരടുത്ത് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ നേരത്തേക്ക് ഇവിടെ വരാനുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു ഓഫ് ഡേയിൽ വന്ന് കിഡ്സിനെ കൊണ്ടുവന്ന ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ, കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ലൈക്ക് അവർക്ക് ഗെയിംസ് ഉണ്ട്, കുറേ ബുക്സ് ഉണ്ട്, പല കാറ്റഗറി ബുക്സ് ഉണ്ട്, എന്തോ ഐപാഡ് എന്തോ വെച്ചിട്ടുണ്ട്, അവരുടെ ഡ്രോയിങ് എന്തോ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് നൈസ്. ഒരു ആഫ്റ്റർനൂൺ ഇറങ്ങി വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഞങ്ങളങ്ങനെ ലൈബ്രറി പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ആക്സിഡൻ്റലി ഒരാളെയും കൂടി കളഞ്ഞു കിട്ടി, ട്രാമിൽ വെച്ചിട്ട് കിട്ടി. സോ ഞങ്ങൾ ടിക്കത്തരപ്പം തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ബൈ.